അസ്വദ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഹജറുൽ അസ്വദ് വെക്കുന്നിടത്തേക്ക് എത്തി. നമുക്കറിയാം വളരെ പ്രശ്നമുണ്ടായിരുന്നു. ഹജറുൽ അസ്വദ് ആര് വെക്കും? ഹജറുൽ അസ്വദ് അന്നും അവർ അഭിമാനത്തോടുകൂടി കണ്ടിരുന്ന, അവർ പുണ്യം കൽപ്പിച്ചിരുന്ന കല്ല് തന്നെയാണ്. അപ്പം അത് വെക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഏറ്റവും ഉന്നതരായ ഗോത്രം തന്നെ അത് വെക്കണം എന്നതിൽ അവർക്ക് വാശിയുണ്ട്. അങ്ങനെ ഓരോ ഗോത്രവും അതിനുവേണ്ടി വാശി പിടിച്ചു. ഏതുവരെ എന്ന് ചോദിച്ചാൽ അവസാനം ബനു അബ്ദിദ്ദാർ ഗോത്രം ഒരു പാത്രം കൊണ്ടുവന്നിട്ട് അവരെ ഗോത്രത്തിലുള്ള ആളുകളൊക്കെ മുറിവുണ്ടാക്കി രക്തമൊഴുക്കി അവർ സത്യം ചെയ്തു ഒരു പാത്രത്തിൽ, ഇത് ഞങ്ങൾ വെച്ചിട്ട് ഇനി അടങ്ങുള്ളൂ, ഇല്ലെങ്കിൽ യുദ്ധം ഉണ്ടാകും. അങ്ങനെ യുദ്ധത്തിൻ്റെ വക്കോളം എത്തി ഈ സംഭവം. അപ്പോഴാണ് അവർ പല ചർച്ചകൾ നടത്തി. ആരാണ് ഹജറുൽ അസ്വദ് വെക്കുക, ഈ പ്രശ്നം എങ്ങനെ നമുക്ക് പരിഹരിക്കാം? കഅബയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദിവസങ്ങളോളം മുടങ്ങി എന്നും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ മുടങ്ങി നിന്നു. അങ്ങനെയാണ് അബൂ ഉമയ്യ എന്ന് പറയുന്ന മഖ്സൂം ഗോത്രക്കാരനായ ഒരു വൃദ്ധൻ, അന്നത്തെ മക്കയിലെ അബൂ ഉമയ്യത്ത് ഇബ്നുൽ മുഗീറ അൽ മഖ്സൂമി, അദ്ദേഹം ചരിത്രത്തിൽ പിന്നീടും വരുന്നുണ്ട്. അദ്ദേഹം ആണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ഉപ്പ. അദ്ദേഹം അന്ന് മക്കയിലെ വളരെ തലമുതിർന്നയാളാണ്. അദ്ദേഹമാണ് പറയുന്നത്, ഇങ്ങനെ ബനു ഷൈബയുടെ ആ ഭാഗത്തുള്ള ആ വാതിലിലൂടെ ഹറമിൽ പ്രവേശിക്കുന്ന ആൾ, ആദ്യമായി ഹറമിൽ പ്രവേശിക്കുന്ന ആരാണോ അയാളെ നമുക്ക് മധ്യസ്ഥനായി നിശ്ചയിക്കാം എന്ന അഭിപ്രായം പറയുന്നത് ഇദ്ദേഹമാണ്. മക്കയിൽ മുതിർന്ന ആളായതുകൊണ്ട് തന്നെ വളരെ നല്ല വൃദ്ധരാണെന്ന് അദ്ദേഹം. അപ്പോൾ ആളുകളൊക്കെ അംഗീകരിക്കുന്ന, മറുത്തു പറയാത്ത ആളാണ്. അപ്പോൾ അദ്ദേഹമാണ് ഈ അഭിപ്രായം പറയുന്നത്. ഇങ്ങനെ ബനു ഷൈബ ആ ഗോത്രക്കാരുടെ ഭാഗത്തൂടെയുള്ള വാതിലിലൂടെ ആരാണോ ഹറമിൽ ആദ്യമായി പ്രവേശിക്കുന്നത് അയാളെ നമുക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനായി നിശ്ചയിക്കാം. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വാതിലൂടെ കടന്നു വരുന്നത്. എല്ലാവരും നോക്കി നിൽക്കുമ്പോഴാണ്, കാരണം പ്രശ്നമാണല്ലോ, പ്രശ്നം തീർക്കണം. അപ്പോൾ എല്ലാവരും നോക്കി നിൽക്കുമ്പോഴാണ് ആരാണ് വരുന്നത്, ആരെങ്കിലും വരുമോ, ആരാണ് വരുന്നത് നോക്കി നിൽക്കുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. അവർ കണ്ടപ്പോൾ തന്നെ അവർ പറഞ്ഞു, ഹാദ അൽ അമീൻ, ഇത് അൽ അമീനാണ് വന്നത്, റദീന, നമുക്ക് ഓക്കെയാണ്. ഹാദ മുഹമ്മദ്, മുഹമ്മദ് ആണല്ലോ, നമുക്കൊക്കെ തൃപ്തിയാണ്, അവൻ കാര്യം എന്താ വെച്ചാൽ ഇതിൽ തീരുമാനം പ്രഖ്യാപിക്കട്ടെ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു, തട്ടം നിലത്ത് വിരിച്ചു. പ്രശ്നങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ അപ്പോഴാണ് പറയുന്നത്. തട്ടം നിലത്ത് വിരിച്ചു. ഓരോ ഗോത്രത്തിലെ പ്രമുഖന്മാരോടും ആ തട്ടത്തിലെ ഓരോ വശങ്ങൾ പിടിക്കാൻ പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ സ്വന്തം കൈകൊണ്ട് ഹജറുൽ അസ്വദ് നിലത്തു നിന്നെടുത്ത് ആ തട്ടത്തിൽ വെച്ചു. അത് ഉയർത്തി ഹജറുൽ അസ്വദ് വെക്കേണ്ട സ്ഥലത്തെത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ആ കല്ല് എടുത്ത് അവിടെ സ്ഥാപിച്ചു. ഈ കഅബയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് പുനർനിർമ്മിച്ച കഅബയുടെ ആ ശേഷിപ്പാണ് അന്നു മുതൽ ഇന്ന് വരെ ഉള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം നൂറ്റാണ്ടുകളായി, ആയിരക്കണക്കിന് വർഷങ്ങളായി, നൂറ്റാണ്ടുകൾ കഴിഞ്ഞ ആ ഒരു രൂപമാണ് അന്നുമുള്ളത്. ഒരു പക്ഷേ അതിനിടയിൽ എന്തെങ്കിലും നിർമ്മാണപ്പെടുത്തൽ നടത്തിയിട്ടുണ്ടോ എന്ന് അറിയില്ല. പക്ഷേ ചരിത്രത്തിൽ അങ്ങനെ ഒരു പരാമർശം പോലും നമുക്ക് കാണാൻ കഴിയില്ല. അത് കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായ പുനർനിർമ്മാണം മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് ഇബ്രാഹിം നബിയുടെ കാലത്തുണ്ടായിരുന്ന ആ കഅബയുടെ നിർമ്മിതിയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഈ ഖുറൈശികൾ വരുത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ഇഷ്ടമല്ലായിരുന്നു. അത് പ്രവാചകനായതിനു ശേഷവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിഷ്ടം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഖുറൈശികളുടെ ആ ഒരു നടപടിയെ. അതിന് ഒന്നാമത്തെ ഒരു കാരണം അവരുടെ സമ്പത്ത് നല്ല ഹലാലായി എന്നവർ കരുതിയിരുന്ന അവരുടെ സമ്പത്ത് തീർന്നുപോയി. അത്രത്തോളം സമ്പത്ത് അന്ന് ഒക്കെയാണ്. ബാക്കിയൊക്കെ അവർ കണ്ടിരുന്നപ്പോൾ പലിശയും അതുപോലുള്ള കാര്യങ്ങളും ഒക്കെയുള്ള സമ്പത്തായതുകൊണ്ട് അവരെടുത്തില്ല. ഈ സമ്പത്ത് തീർന്നു പോയതുകൊണ്ട് തന്നെ കഅബയുടെ കുറച്ച് ഭാഗങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് പണിയാം എന്നവർ തീരുമാനിച്ചു. അങ്ങനെയാണ് ഈ നമ്മൾ പറയുന്ന ഹിജർ എന്ന് പറയുന്ന ആ വളച്ചു കെട്ടിയ ഭാഗം ഇന്നും നമ്മൾ കാണുന്നത്. ആ വളച്ചു കെട്ടിയ ഭാഗം യഥാർത്ഥത്തിൽ കഅബയുടെ ഉള്ളിലായിരുന്നു. സമ്പത്തില്ലാത്തതുകൊണ്ട്, നല്ല സമ്പത്തില്ലാത്തതുകൊണ്ട് ഖുറൈശികൾ എന്ത് ചെയ്തതാണ്, ആ ഭാഗം കൂടി പണിയാൻ അവർക്ക് സമ്പത്തില്ല. അപ്പോൾ കുറച്ചും കൂടി നേരത്തെ പണി നിർത്തി അവിടെ ഒരു അടയാളത്തിനായി ആ ഒരു വളച്ചുകെട്ടൽ ഉണ്ടാക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പുനർനിർമ്മാണ വേളയിൽ ഉണ്ടായിരുന്ന കഅബയിൽ ആ ഭാഗം കൂടി ഉൾപ്പെടുത്തിയാണ് ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല, കഅബയ്ക്ക് 2 വാതിലുകൾ ഉണ്ടായിരുന്നു. കിഴക്കും പടിഞ്ഞാറും 2 വശങ്ങളിലെ 2 വാതിലുകൾ, ഒന്ന് കയറാനും ഒന്ന് ഇറങ്ങാനും. ഇവർ പുനർനിർമ്മിച്ചപ്പോൾ അതിനെ ഒറ്റ വാതിലാക്കി. ആ വാതിൽ തറയിൽ നിന്ന് അല്പം ഉയർത്തുകയും ചെയ്തു. അതിന് കാരണം അവർക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളെ മാത്രം, അവർ മാത്രം കഅബയ്ക്കുള്ളിൽ കയറിയാൽ മതി എന്ന അർത്ഥത്തിലാണ് അവരത്
ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പിൽക്കാലത്ത് അത് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് കഅബയുടെ ഉയരം, അന്ന് കഅബയ്ക്ക് ഇതുണ്ടായിരുന്നില്ല, മേൽക്കൂര ഉണ്ടായിരുന്നില്ല, നല്ലൊരു മേൽക്കൂര ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല ചുമരുകളുടെ ഉയരം എന്ന് പറയുന്നത് 9 മുഴമായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഒരു മുഴം എന്ന് പറഞ്ഞാൽ ഇത്ര. അത് ഖുറൈശികൾ പുനർനിർമ്മിച്ചപ്പോൾ അതിനെ വീണ്ടും ഒരു 9 മുഴം കൂടി ഉയർത്തിയാണ് നിർമ്മിച്ചത്, കുറച്ചും കൂടി ഉയർത്തി.